ടോക്ക് പ്രോഫസി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഡാനിയലിൻ്റെ പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ഒരു പരമ്പരയായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ചാപ്റ്റർ നമ്മൾ ഡാനിയൽ 12 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിച്ചാലോ ബ്രദർ ജേക്കബ്? ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഞങ്ങളുടെ ഈ ചർച്ചയെ അങ്ങയുടെ ആത്മാവിനാൽ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ അങ്ങ് പ്രവർത്തിക്കുകയും അങ്ങേക്ക് മഹത്വം കൊടുക്കുന്ന രീതി ഇതെല്ലാം തീരുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോട് ചോദിക്കുന്നല്ലോ പിതാവേ. ആമേൻ. ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വേഴ്സ് തുടങ്ങുന്നത് തന്നെ അറ്റ് ദാറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടാണ്. ആ കാലത്ത് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ ബ്രദർ ജേക്കബ്? ഇപ്പോൾ ദാനിയേൽ 12:1 പറയുന്നു ആ കാലത്ത് ഇതിൻ്റെ സ്വജാതിക്കാർക്ക് എന്ന് പറഞ്ഞ് പറയുകയാണ്. അതെ. പക്ഷെ ശരിക്കും ഇത് 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൻ്റെ തുടർച്ചയാണ്. നമ്മളാണ് ഈ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഈ 11-ാമത്തെ അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ അവൻ സമുദ്രത്തിലും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തൽ ഇടും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹീ ഷാൽ പ്ലാൻ ദ ടാബർനാക്കിൾസ് ഓഫ് ഹിസ് പാലസ്. മണിപ്പന്തലിന് അവിടെ ടാബർനാക്കിൾസ് ഓഫ് ഹിസ് പാലസ്. ടാബർനാക്കിൾ സൂചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആരാധനയും പാലസ് സൂചിപ്പിക്കുന്നത് രാജാവിൻ്റെ ഭരണത്തെയാണ്. അതായത് ഇവിടെ ഒരു വശത്ത് ചർച്ചും മറുവശത്ത് സ്റ്റേറ്റുമാണ്. ഈ ചർച്ചും സ്റ്റേറ്റും കൂടെ യുണൈറ്റ് ചെയ്ത് എവിടെ സ്ഥാപിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ ഗ്ലോറിയസ് ഹോളി മൗണ്ടൻ, അല്ലെങ്കിൽ വിശുദ്ധ പർവ്വതത്തിന് മധ്യേ. അപ്പോൾ വിശുദ്ധ പർവ്വതം എപ്പോഴും ദൈവത്തിൻ്റെ ജനത്തെയാണ് സൂചിപ്പിക്കുക. കാരണം ഇപ്പം എല്ലാം ആത്മീയ തലത്തിലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. അപ്പോൾ ആധുനിക കാലത്ത് ദൈവത്തിൻ്റെ ജനമായ പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്കകത്ത് അവിടെയും ഈ ചർച്ചും സ്റ്റേറ്റിൻ്റെ യൂണിറ്റി വരും. പ്രൊട്ടസ്റ്റന്റ് സഭകളും ഈ ഗവൺമെൻറ്റുകളുടെ ചുക്കാൻ പിടിച്ച് അവരുടെ കാര്യങ്ങൾ അതിലൂടെ നടപ്പിലാക്കുന്ന ആ സമയം വരുമ്പോൾ നമ്മളിന്ന് ലോകത്തിൽ എല്ലായിടത്തും കാണാം, യൂറോപ്പിലായാലും അമേരിക്കയിലൊക്കെ കാണാം. അങ്ങനെ ഒരു കാലഘട്ടം വളർന്ന് വരുന്ന സമയത്താണ് ഈ ആ കാലത്ത് എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത അധ്യായം തുടങ്ങുന്നത്. എന്നിട്ട് നമ്മുടെ സംഭവങ്ങൾ എന്താണെന്ന് നോക്കാം. കറക്റ്റ് ജോണത്തിന്. അതുപോലെ തന്നെ ഈ വേഴ്സിൽ മിഖായലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ കൂടുതൽ പഠിക്കും എന്നുള്ളത്. മഹാപ്രഭുവായ മിഖായൽ, മൈക്കിൾ ആരാണ്? അപ്പോൾ മീഖായൽ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മീഖായലിൻ്റെ സ്ഥാനം മനസ്സിലാക്കാം. യൂദയുടെ ലേഖനത്തിൽ അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ പ്രധാന ദൂതനായ മീഖായൽ, ഇംഗ്ലീഷിൽ ദി ആർക്കേഞ്ചൽ എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രധാന ദൂതനായ മീഖായൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനെ തർക്കിച്ചു എന്നാണ് ആ വാക്യം തുടർന്ന് പോകുന്നത്. അപ്പോൾ പ്രധാന ദൂതൻ ദൂതന്മാരുടെ മേലുള്ളത്, എല്ലാ ദൂതന്മാർക്കും മേലുള്ളതാണ്. അപ്പോൾ ഇനി ഈ മീഖായലിൻ്റെ ദൗത്യം എന്താണ് എന്ന് വായിക്കുമ്പോൾ അതിന് സ്ഥാനം മനസ്സിലായി, ആർക്കേഞ്ചൽ പ്രധാന ദൂതൻ. ഇന്ന് ദൗത്യം മനസ്സിലാക്കാം. 1 തെസ്സലോനിക്കർ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ റെസ്റക്ഷനാണ്, ഉയർത്തെഴുന്നേൽപ്പാണ്. എന്താണ് കേൾക്കേണ്ടത്? പ്രധാന ദൂതൻ്റെ ശബ്ദം. അപ്പോൾ ഇനി ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഈ പ്രധാന ദൂതൻ്റെ ശബ്ദം എടുക്കാം. അപ്പോൾ ഏതാണ് പ്രധാന ദൂതൻ? ആർക്കേഞ്ചൽ മീഖായലിൻ്റെ ശബ്ദം. ആരുടെ ശബ്ദത്തിലാണ് മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നത്? അപ്പം നമുക്ക് ഈ മീഖായലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ 5:28 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു എന്നാണ്. ആരാണ് അവൻ? കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് കർത്താവ് യേശു ക്രിസ്തുവാണ്. വേറെ കാര്യം, നമ്മൾ മീഖായൽ എന്ന പ്രഭു എന്നാണ് വിളിക്കുന്നത്, അല്ലേ? മഹാപ്രഭു. പ്രഭു നമ്മൾ ഇതിനു മുമ്പുള്ള പ്രവചനങ്ങളെല്ലാം പഠിച്ചത് അതെല്ലാം ക്രിസ്തുവിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇതെങ്ങനെ ഒരു ദൂതനാകും? പക്ഷെ നമ്മൾ ഓർക്കണം, വേദപുസ്തകത്തിൽ ക്രിസ്തുവിന് പല ടൈറ്റിൽസ് ഉണ്ട്. അവനെ പാറയെന്ന് വിളിക്കുന്നുണ്ട്, മുന്തിരിവള്ളി എന്ന് വിളിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവൻ പാറയൊന്നുമല്ല, മുന്തിരിവള്ളിയുമല്ല, അവൻ്റെ പല സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രധാന ദൂതൻ മീഖായൽ ആ സ്വഭാവത്തെ കാണിക്കാനും ക്രിസ്തുവിൻ്റെ ഭൂമിയിൽ അവതാരത്തിന് മുമ്പുള്ള സ്ഥാനത്തെ കാണിക്കാനും വേണ്ടിയായിരുന്നു അപ്രകാരമുള്ള പ്രയോഗം ഉപയോഗിച്ചത്. ഈ മിഖായൽ എന്നുള്ള വാക്ക് തന്നെ ഒരു ദൈവത്തിനുള്ള സ്തുതിയാണ്. ദൈവത്തെ പോലെ ആരുണ്ട്? അതായത് കർത്താവിനെ നോക്കി ദൂതന്മാർ പറഞ്ഞത് ദൈവത്തെ പോലെ ആരുണ്ട്. അത് മാത്രമല്ല, മിഖായൽ എന്ന് പറയുമ്പോൾ പ്രധാന ദൂതനാണ്. ഇപ്പൊ ഇന്ത്യയുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രസിഡന്റാ, അമേരിക്കയുടെ കമാൻഡർ ഇൻ ചീഫ് ആർമിയുടെ അവിടുത്തെ പ്രസിഡന്റാ, സൈന്യങ്ങളുടെ യഹോവ എന്നാ പറയുന്നത്. അപ്പൊ ആ കമാൻഡർ കർത്താവ് ആ ദൂതന്മാരുടെ. വളരെ നല്ലൊരു പോയിന്റാണ്. അതുപോലെ ഇതിൽ കാണാൻ പറ്റുന്നത് മൈക്കിൾ ഷാൽ സ്റ്റാൻഡ് അപ്പ്, മിഖായൽ എഴുന്നേക്കുമെന്ന് പറയുന്നു. ഈ എഴുന്നേക്കുന്നത് എന്താണ്? അതുപോലെ തന്നെ എഴുന്നേക്കുന്നത് വരെ മിഖായൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ ബ്രദർ ജോനാഥനും ജേക്കബും വ്യക്തമായിട്ട് പറഞ്ഞു, മിഖായൽ എന്ന് പറയുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പെയുള്ള അധ്യായങ്ങൾ പഠിച്ചതുപോലെ ഒരു ന്യായവിസ്താര സഭ സ്വർഗത്തിൽ ഇരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു, ന്യായവിസ്താര സഭ ഇരുന്ന് പുസ്തകങ്ങൾ തുറന്നു. ഒരു ന്യായവിസ്താര സഭയിൽ ഒരു ന്യായവിധി നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതിൽ നമ്മൾ കണ്ടു, അതിലൊരു പ്രധാന കഥാപാത്രമാണ് കർത്താവ് യേശു ക്രിസ്തു അല്ലേ. അപ്പോൾ വയോധികനായ പിതാവിൻ്റെ മുമ്പിൽ കർത്താവിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് മിഖായേൽ എഴുന്നേറ്റു എന്നുള്ളത്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അർത്ഥം, ഒന്നാമത്തെ അർത്ഥം ന്യായവിസ്താര സഭ അവിടെ അവസാനിച്ചു, അല്ലെങ്കിൽ ആ ന്യായവിധി അവസാനിച്ചു എന്നാണ് അർത്ഥം. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരുടെയും ആ പ്രൊബേഷൻ ക്ലോസ് ചെയ്ത്, കൃപാകാലം അവിടെ അടഞ്ഞു, പിന്നെ ആർക്കും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കില്ലെന്നാണ്. നമ്മൾ ഇതിന് സമാനാന്തരമായിട്ടുള്ള വേറൊരു കാര്യം കാണുന്നുണ്ട്. നമ്മൾ സ്തേഫാനോസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. സ്തേഫാനോസിൻ്റെ കല്ലെറിഞ്ഞപ്പോൾ സ്തേഫാനോസ് കണ്ടത് പിതാവ് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ആര് നിൽക്കുന്നതാണ് കണ്ടത്? ക്രിസ്തു നിൽക്കുന്നതാണ് കണ്ടത്. ശരിക്കും അവിടെ ഒരു പ്രൊബേഷൻ ഉണ്ടായിരുന്നു അല്ലേ. യഹൂദന്മാർക്ക് കൊടുത്ത 70 ആഴ്ചവട്ടം അവിടെ നിലച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ മറ്റൊരർത്ഥവും കൂടെയുണ്ട്. എഴുന്നേൽക്കുക എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥം കൂടെയുണ്ട്. നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ 11-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ, ഇപ്പോഴും ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാർസി ദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. അപ്പൊ എഴുന്നേൽക്കും എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥം, ദേ ആർ ഗോയിങ് ടു റെയിൻ, അവർ വാഴുവാനായിട്ട് പോവുകയാണ്, അവിടെ രാജ്യത്വം ആരംഭിച്ചു എന്നും കൂടെ അർത്ഥമുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കുമെന്നാണ് വീണ്ടും പറയുന്നത്. അപ്പം മിഖായേൽ എഴുന്നേറ്റതിൻ്റെ അർത്ഥം, ഒന്ന് ന്യായവിധി അവസാനിച്ചു എന്നാണ് ഒന്നാമത്തെ അർത്ഥം. 2, ആ ന്യായവിധി അവസാനിക്കുന്നതോടുകൂടി ഈ ഭൂമിയിലുള്ള എല്ലാവരുടെയും പ്രൊബേഷൻ അവസാനിച്ചു. 3, കർത്താവ് യേശുക്രിസ്തു നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ നിത്യമായിട്ടുള്ളൊരു രാജ്യത്വത്തിൻ്റെ ആരംഭമായിട്ട് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മൈക്കിൾ ഷാൽ സ്റ്റാൻഡപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈം ഓഫ് ട്രബിളിനെ കുറിച്ചാണ്. അതായത് ഒരു കഷ്ടകാലം, മഹോപദ്രവകാലം എന്നൊക്കെ നമ്മൾ പറയുന്നു. അതിനെ കുറിച്ചൊന്ന് വിവരിക്കാൻ പറ്റുമോ? ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഇപ്പോൾ ബ്രദർ പ്രിൻസ് പറഞ്ഞ പോലെ മഹാപുരോഹിതൻ അവിടുത്തെ ജഡ്ജ്മെന്റ് കഴിഞ്ഞ് എഴുന്നേൽക്കുകയാണ്. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാവുന്നവരാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതും നേരത്തെ പറഞ്ഞു, ആ കാലത്ത് നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ കാലം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അതായത് ഈ പ്രൊട്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ചർച്ച് ആൻഡ് സ്റ്റേറ്റിൻ്റെ യൂണിറ്റി വരുന്ന കാലത്താണ് അതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലെത്തും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ തുടക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഇവിടെ പലയിടത്തും പ്രൊട്ടസ്റ്റന്റ് ചർച്ചസും ഗവൺമെൻറ്റും തമ്മിൽ കൈകോർക്കുന്നുണ്ട്. പക്ഷെ അത് കൂടി 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 ഒരു മൂർധന്യ അവസ്ഥയിലെത്തുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾ കത്തോലിക്ക സഭയുടെ ഒരു ബിംബമായി മാറും, അതേ രൂപത്തിലേക്ക് മാറും. അതാണ് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ അതിന് ബലം ലഭിച്ചു. അപ്പോൾ ഈ മൃഗത്തിൻ്റെ പ്രതിമ അപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും. ആ സമയത്ത് അതിനെ വണങ്ങാത്ത എല്ലാവരെയും, അന്ന് നെബൂഖദ്നേസർ രാജാവ് ബിംബത്തെ വണങ്ങാത്തവരെ കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ച പോലെ ഇവിടെയും കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിക്കും. അതായത് ദൈവത്തിൻ്റെ ജനത്തെ കൊല്ലാനുള്ള ഒരു കൽപ്പന പുറപ്പെടുവിക്കും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും നേരെ ഒരു ഡെത്ത് ഡിക്രി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കഷ്ടകാലം വരും. ആ സമയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പുരുഷൻ പ്രസവിക്കുവാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവിൻ. ഇത് യെരമ്യാവ് 30:6 വായിച്ചത്. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്ത് നിൽക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത്? ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടം. അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഈ കഷ്ടകാലത്തിലൂടെ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവർക്കുള്ള പക്ഷേ ഡെത്ത് ഡിഗ്രി അല്ല അവരെ ശരിക്കും ഭയപ്പെടുത്തുന്നത്. യാക്കോബിന്റെ പോലത്തെ കഷ്ടകാലമാണ്. യാക്കോബിനും പേടി മരണമായിരുന്നില്ല, അവനും ദൈവവും തമ്മിൽ നിരപ്പിലാണോ എന്നായിരുന്നു അവൻ്റെ മനസ്സിലെ വിഷമം. അത് തന്നെ ഇവർക്ക് എതിരെ മരണശിക്ഷ നിൽക്കുമ്പോഴും അവരുടെ വിഷമം മുഴുവൻ, ഞങ്ങൾ ശരിക്കും ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ശരിക്കും യോഗ്യരാണോ, ഞങ്ങൾക്ക് ഇതൊക്കെ വരാൻ കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണോ? അങ്ങനെ അവർ പ്രാർത്ഥനയിൽ ദൈവവുമായി യാക്കോബിനെ പോലെ മല്ലിടും ആ സമയത്ത്, ഈ മരണ വിധി അവരുടെ മേലിൽ നിൽക്കുന്ന സമയത്ത്. പക്ഷേ ഒരു സത്യം ഇതിൽ തിരിച്ചറിയേണ്ടത്, ഇതിൽ ഒരാൾ പോലും മരിക്കത്തില്ല. അതിൽ എഴുതിയിട്ടുണ്ട്, മിഖായേലെ മഹാപ്രഭു എഴുന്നേൽക്കും, അതിൽ നിന്നും അവർക്ക് രക്ഷ പ്രാപിക്കും എന്ന് 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു. ഒരാൾ പോലും മരിക്കത്തില്ല, യാക്കോബിനെ പോലെ ദൈവം വിടുവിക്കുന്നുള്ളതാണ് സത്വാർത്ത. വളരെ നല്ലൊരു ഉത്തരം തന്നെ. നമുക്ക് ചർച്ച തുടരുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ജോണത്തൻ, മുമ്പത്തെ ഉത്തരത്തിൽ ജേക്കബ് നല്ലോണം കഷ്ടകാലത്തെക്കുറിച്ചും അതുപോലെ പ്രത്യേകിച്ച് യാക്കോബിൻ്റെ കഷ്ടകാലത്തെക്കുറിച്ചും അതിന് ദൈവം എങ്ങനെയാണ് നമ്മളെ വിടിവിപ്പിക്കുന്നതൊക്കെ പറഞ്ഞു. അതിനുശേഷം 2-ാമത്തെ വേഴ്സിൽ അത് റിസറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആൻഡ് മെനി ഓഫ് ദം ദാറ്റ് സ്ലീപ്പ് ഇൻ ദ ഡസ്റ്റ് ഓഫ് ദി എർത്ത്
shall awake, some to everlasting life and some to shame and everlasting contempt. അപ്പോൾ ഈ റിസറക്ഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുക, എന്തൊക്കെയാണ് നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ദാനിയേൽ 12:2 ഇപ്രകാരം പറയുന്നു, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. അപ്പോൾ ഈ ഒറ്റ ഉയർപ്പിൽ തന്നെ ചിലർക്ക് നിത്യജീവനാണ്, ചിലർക്ക് നിത്യനിന്ദയാണ്. അപ്പോൾ ഇതിൽ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒരേ ഒരു കാലഘട്ടത്തിൽ ഒരേ ഒരു സമയത്തുള്ളതാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് ഈ ഉയർപ്പിനെ കുറിച്ചുള്ള ബാക്കി ചില വാക്കുകളിലൂടെ കടന്നു പോകാം. അപ്പോഴാണ് ഇതിൻ്റെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 28-23 വാക്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നത് കല്ലറയിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും, നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനും നാഴിക വരുന്നു. അപ്പോൾ ഈ വാക്യം വ്യക്തമാക്കുന്നു 2 തരത്തിലുള്ള പുനരുദ്ധാനമുണ്ട്, ഒന്ന് നീതിമാന്മാർക്ക്, ഒന്ന് ദുഷ്ടന്മാർക്ക്. ഇനി നമ്മൾ ഈ 2 പുനരുദ്ധാനം ഉണ്ടെന്ന് വേറെ വാക്യങ്ങൾ പറയുന്നുണ്ട്. ഈ 1-ാമത്തെ പുനരുദ്ധാനം എന്തെന്ന് മനസ്സിലാക്കാം. അതിനു വേണ്ടി വെളിപ്പാട് 26 ഇത് 1-ാമത്തെ പുനരുദ്ധാനം. അപ്പോൾ സംശയമില്ല, 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല, അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതമായ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. പിന്നെയുള്ള ഈ 2-ാമത്തെ കൂട്ടർ ഈ 1000 ആണ്ട് ജീവിക്കയിലാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരെന്താണ്? ഭാഗ്യവാന്മാരാണ്, അവർ വിശുദ്ധരാണ്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ദാനിയേൽ 12:2 എന്താണ്? ആ പുനരുദ്ധാനത്തിൽ 2 കൂട്ടരുമുണ്ട്, വിശുദ്ധരുമുണ്ട്, ദുഷ്ടന്മാരുമുണ്ട്. അപ്പോൾ ഇത് കാണിക്കേണ്ടത്, ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു സ്പെഷ്യൽ റിസറക്ഷനാണ്. അപ്പോൾ ഇത് അങ്ങനെ പദം കേൾക്കുമ്പോൾ ചിലപ്പോൾ സംശയം തോന്നാം, പക്ഷെ ഇതിനു മുൻപും ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ നിഴൽ രൂപത്തിലേക്ക് പോകാം. വെളിപ്പാട് പ്രവചനം 1:7 വരുവാനുള്ള സ്പെഷ്യൽ റിസറക്ഷനോട് പറയുന്നുണ്ട്, ഇതാ അവൻ മേഘാരുടനെ വരുന്നു, ഏത് കണ്ണും അവന് കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവന് ചൊല്ലി വിലപിക്കും ഊവ് ആമേൻ. ക്രിസ്തു 2ാമത് വരുമ്പോൾ തന്നെ അവനെ കുത്തിത്തുളച്ചവർ അവനെ കാണുമെന്നാണ് പറഞ്ഞത്. പക്ഷെ 1-ാമത്തെ പുനരുദ്ധാനത്തിൽ ആർക്കാണ് പങ്കുള്ളത്? വിശുദ്ധന്മാർക്ക്. അപ്പോൾ ഈ വാക്യം എന്താണ്? അവർക്കൊരു പ്രത്യേക പുനരുദ്ധാനം ഉണ്ട് എന്ന് നമുക്ക് കാണിക്കുന്നു. ഇനി നമുക്ക് വേറൊരു വാക്യം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, പക്ഷേ ഇവർക്ക് യഥാർത്ഥത്തിൽ പങ്കുള്ളത് എപ്പോഴാണ്? 1000 ആണ്ടിന് ശേഷമാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക പുനരുദ്ധാനം. അവരെന്ത് ചെയ്യുന്നു? ജീവനിലേക്ക് വരുന്നു, ക്രിസ്തുവിന് വരവ് കാണുന്നു, തിരികെ അവർ മരണത്തിലേക്ക് പോകുന്നു. ഇനി നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 63-64 നമുക്ക് വായിക്കാം. ഇവിടെ ആ പ്രത്യേക പുനരുദ്ധാനത്തെ കുറിച്ച് ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനെ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഖലയിൽ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണുമെന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്തുവിൻ്റെ ഈ വാക്കാണ് നമ്മൾ വെളിപ്പാടിൽ 1 വായിക്കുന്നത്. കയ്യഫാവ് എന്ത് ചെയ്യും? ക്രിസ്തുവിൻ്റെ 2ാം വരവ് കാണും. അപ്പോൾ ഈ ഉത്തരം ഞാൻ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇതേപോലെ പഴയ നിയമത്തിൽ ഇതേപോലെ ഇതിന് മുൻപ് നടന്നു. പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ തന്നെ ഇതിന് മുൻപ് നടന്നു. കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ച സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 50-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? അവിടെ ക്രിസ്തു മരിച്ച സമയത്ത് കല്ലറകൾ തുറന്നു, അവർ ഉയർത്തെഴുന്നേറ്റു. പക്ഷെ വാക്യം ഞാൻ വായിക്കുന്നില്ല. ആ വാക്യം പറഞ്ഞാൽ അവർ പുനരുദ്ധാനം വരെ അവരെ കാത്തിരുന്നു. അപ്പോൾ ആ സമയത്തും ഒരു പ്രത്യേക പുനരുദ്ധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട് കേട്ടോ. ഈ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണാം. ഇത് നമ്മൾ യെശയ്യാവിന്റെ പ്രവചനം 26-19 പ്രവചിച്ചതാണ്. അവിടെ ഒരു ഭൂമി ഉൽക്കം ഉണ്ടായെന്ന് പറയുന്നു. അതിനുശേഷം മത്തായി 28 വായിക്കുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് ഒരു ഭൂമി ഉൽക്കമുണ്ട്. വെളിപ്പാടിലേക്ക് നമ്മൾ വരുമ്പോൾ അവസാന ബാധയിൽ ഒരു വലിയ ഭൂമി ഉൽക്കം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അതിനുശേഷം ആകുന്നു ദൈവത്തിൻ്റെ വരവിൻ്റെ സമയത്തെ പ്രഖ്യാപിക്കുക. അത് നമ്മൾ വെളിപ്പാടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അത് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്തും ഒരു പ്രത്യേക പുനരുദ്ധാനമുണ്ട്. ഇവിടെ ഈ ഇടത്തെല്ലാം ഭൂമിയിലൊക്കെ എവിടെയൊക്കെ ഉണ്ടാകുന്നോ അവിടെ ഒരു പുനരുദ്ധാനം ഉണ്ടായിട്ട് കാണുന്നത്. അപ്പോൾ ഈ പ്രത്യേക പുനരുദ്ധാനം സംഭവിക്കുന്നത് അപ്പോഴാണ്. ഇത് ആർക്കാണ്? വെളിപ്പാട് 14 വായിച്ചു നോക്കി. ഈ ത്രിവിധ ദൂത് വിശ്വസിക്കുന്നവർക്ക് അവർ ഭാഗ്യവാന്മാരാകുന്നു. ആ ഭാഗ്യം ഈ പ്രത്യേക പുനരുദ്ധാനമാണ്. അതെ, കാരണം 7ാമത്തെ ബാധയുടെ സമയത്ത് ഇത് പറഞ്ഞു. അതാണെങ്കിൽ കൽമഴ വീഴുന്നതാണ്. അവിടെ വലിയ ഭൂമി ഉൽക്കം ഉണ്ടാകുന്നതെല്ലാം നമുക്ക് വായിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ക്രിസ്തു 2ാമത് വരുന്നത്. പക്ഷെ അവിടെ ഒരു വലിയ ഭൂമി ഉൽക്കം ഉണ്ടാകുന്ന അവിടെ ജനം ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രദർ പ്രിൻസ്, ഈ പുസ്തകം മുദ്രയിട്ട് അടച്ചു വെക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ
കാരണം എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ദാനിയേലിന് ഈ പ്രവചനങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ദാനിയേൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും അവിടെ ദൂതൻ പറയുന്നത് ഇത് മുദ്രയിട്ട് അന്ത്യകാലത്തേക്ക് വെച്ചിരിക്കാനാണ് പറയുന്നത്. കാരണം ആ സമയത്താണ് ജ്ഞാനം വർദ്ധിച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്ത് വായിച്ച്, കാരണം ഇത് അന്ത്യകാലത്തേക്കുള്ള ദൂതുകളാണ്. ഇപ്പോൾ നമുക്കത് ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ത്യകാലം എന്ന് പറയുമ്പോൾ 1798 ശേഷമാണ് ഈ ഡെവലപ്മെൻറ്റ്സ് എല്ലാം വരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ബൈബിൾ സൊസൈറ്റീസ് എല്ലാം രൂപം കൊള്ളുന്ന അതിന് ശേഷമാണ്. അതെ, ഒത്തിരി ബൈബിൾ സൊസൈറ്റീസ്, ഇപ്പോൾ അമേരിക്കൻ ബൈബിൾ സൊസൈറ്റി 1816 രൂപം കൊണ്ട്, അതുപോലെ ലണ്ടൻ റിലീജിയസ് ട്രാക്ട് സൊസൈറ്റി ആദ്യം ഉണ്ടായിരുന്നു 1799. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ സമയത്ത് ഒത്തിരി ബൈബിൾ സൊസൈറ്റീസ് വന്നു, ഒത്തിരി ബൈബിളിൻ്റെ കോപ്പി എല്ലായിടത്തും എത്തി തുടങ്ങി, ആൾക്കാർ വായിച്ചു തുടങ്ങാനും തുടങ്ങി. അവർ പിന്നീട് നമ്മൾ കാണുന്നു 1844 സമാഗമന കൂടാര ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൂതുകൾ പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ വെളിച്ചം വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ദാനിയേലിൻ്റെ അടുത്ത് പറഞ്ഞത് ജ്ഞാനം വർദ്ധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സയൻറ്റിഫിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ജ്ഞാനം ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിനെ കുറിച്ചുള്ള ഈ പ്രവചനങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം വർദ്ധിച്ചു എന്നാണ് നമുക്ക് കാണുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് സമയമാണ്. ബ്രദർ പ്രിൻസ്, അപ്പോൾ ഈ ബ്രേക്കിന് മുമ്പേ നോളജ് ഷാൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ജ്ഞാനം വർദ്ധിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ മെനി ഷാൽ റൺ ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്നുണ്ട്. അതെന്തിനാണ് കാണിക്കുന്നത്? ശരിക്കും അത് പഴയ ഒരു പ്രാചീന ഒരു പ്രയോഗമാണ്. അതായത് റൺ ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനാണ്. അപ്പോൾ ഇപ്പോൾ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ ഡിലിജൻ്റ്ലി സീക്കിങ്, നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്നതിനാണ് അത് പറയുന്നത്. അതിൻ്റെ ഒരു പ്രയോഗമായിട്ടാണ് ഇവിടെ കാണുന്നത്. ജേക്കബ്, അതുപോലെ തന്നെ നമ്മൾ 11ാമത്തെ വാക്യത്തിൽ 1290 ദിവസത്തെ ഒരു പ്രവചനം, ഒരു ടൈം ലൈൻ പറയുന്നുണ്ട്. അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഞാൻ വായിക്കാം. ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 12ാമത്തെ അധ്യായത്തിന്റെ 11ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നത്: നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് അൺപാക്ക് ചെയ്യാം. ഇത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഈ ഡെയിലി സാക്രിഫൈസിനെ എടുത്തു മാറ്റി പകരം അബോമിനേഷൻ ദാറ്റ് മേക്ക് ഇറ്റ് ഡെസലേറ്റിനെ സെറ്റപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡെയിലി എന്നുള്ള വാക്കായിട്ട് സാക്രിഫൈസ് എന്നുള്ള വാക്ക് ശരിക്കും ഇല്ല. ഡെയിലിനെ എടുത്ത് മാറ്റിയിട്ട്, കാരണം ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻസിൽ ന്യൂ കിങ് ജെയിംസിലൊക്കെ ട്രാൻസ്ലേറ്റേഴ്സ് ആഡ് ചെയ്ത വാക്കുകൾ അവർ ഇറ്റാലിക്സിലിടും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ വാക്കില്ല എന്ന്. അപ്പോൾ ഡെയിലിനെ എടുത്ത് മാറ്റിയിട്ട്, അപ്പോൾ ഈ ഡെയിലി എന്നുള്ള വാക്ക് ശരിക്കും പഴയ നിയമത്തിൽ എപ്പോഴും ഉപയോഗിച്ചിരുന്ന സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടുള്ള ദിനം പ്രതിയുള്ള ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പം നമ്മളെല്ലാം ആത്മീയ തലത്തിൽ കാണണം. മനുഷ്യർ ദിനം പ്രതിയുള്ള ദൈവവുമായിട്ടുള്ള അവരുടെ ആ ബന്ധത്തെ മാറ്റിയിട്ട് പകരം ഒരു ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെ കൊണ്ട് സ്ഥാപിക്കാൻ പോവുകയാണ്. അതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വാക്കും കൂടെ ശ്രദ്ധിക്കണം. ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത്തെ പ്രതിഷ്ഠിക്കുന്ന കാലം മുതൽ എന്നാണ് നമ്മൾ നേരെ വായിക്കുന്നത്. പക്ഷെ അവിടെ മാർജിൻ എഴുതിയിരിക്കണം പ്രതിഷ്ഠിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ തയ്യാറാവുന്നത് മുതൽ എന്നാണ്. കാരണം ഈ മാർജിൻ എന്നുള്ള ബൈബിളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഫ്രേസിന് തന്നെ ഒരർത്ഥവും കൂടെ ഉണ്ടെങ്കിൽ അവർ മാർജിനിൽ എഴുതും, ബൈബിളിൻ്റെ മാർജിനിൽ. അതായത് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കാലം മുതൽ 1290 വർഷം ഉണ്ടെന്നാണ്. അപ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്താണെന്നുള്ളത് ഞാൻ പറയുന്നതിന് മുമ്പ് ഈ വർഷത്തിനെ നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാം എവിടെ നിന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പാപ്പാത്ത റോമിന്റെ കാലഘട്ടം 538 മുതൽ 1798 AD വരെയാണ്. അപ്പോൾ ഈ 1798 AD നിന്ന് നമ്മൾ പുറകോട്ട് 1290 വർഷം പുറകോട്ടാക്കുമ്പോൾ ഈ പാപ്പാത്ത റോം എന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെ പ്രതിഷ്ഠിപ്പിക്കാനുള്ള ആ തയ്യാറെടുപ്പിന്റെ പോയിന്റ് കിട്ടും. അത് 508 AD ആണ്. അപ്പോൾ 1798 നിന്നും 1290 വർഷം കുറക്കുമ്പോൾ നമ്മൾ 508 AD ആണ്. ആ വർഷം എന്തെങ്കിലും സംഭവിച്ച ചരിത്രത്തിൽ നിന്നാണ് നോക്കേണ്ടത്. നമ്മൾ നോക്കുമ്പോഴേ 496 AD ക്ലോവസ് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് രാജാവ് കൺവേർട്ടഡ് ആവുക, സഭയിലേക്ക് ബാപ്റ്റൈസ്ഡ് ആവുക, കാത്തലിക് ആവുക. അപ്പോൾ അത്രയും നാൾ അവിടെ ഉണ്ടായിരുന്ന ഈ ഗോത്തിക് ട്രൈബ്സിൽ അവർ കൂടുതൽ പേരും ഏരിയൻസ് ആയിരുന്നു. ആരും കത്തോലിക്കരായിട്ടില്ല. ആദ്യമായിട്ട് ഒരാൾ കാത്തലിക് ആവുക. സഭയുടെ മൂത്ത പുത്രൻ എന്നാണ് ക്ലോവിസിനെ അതുകൊണ്ട് വിളിച്ചത്. അപ്പോൾ ഈ ക്ലോവിസ് ആണ് ആദ്യമായിട്ട് കാത്തലിക്കായി സഭയ്ക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുക. ഈ സപ്പോർട്ട് പ്രഖ്യാപിക്കുന്ന 508 AD വെച്ചാണ്. കാരണം അന്നത്തെ അവർക്കെതിരെ നിന്ന് ഗോത്സിനെ നശിപ്പിക്കുകയും സഭയ്ക്ക് ഇവൻ്റെ സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന 508 AD. അപ്പോൾ അവിടെ മുതലാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ സഭയ്ക്ക് ചർച്ചിൻ്റെ കൂടെ സ്റ്റേറ്റിൻ്റെ പവർ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ
സെറ്റപ്പ് തുടങ്ങുന്നത്. പൂർണ്ണമായിട്ടും പവർ കിട്ടുന്ന 538 AD യില്ല, പക്ഷെ 508 മുതലാണ് അതിനുവേണ്ടി ആ തുടക്കം കുറിക്കുന്നത്. ഈ മാർജിൻ റീഡിങ്ങിന് ബൈബിൾ എഴുതിയേക്കണം അതിനുവേണ്ടി തുടക്കം കുറിക്കുന്ന സെറ്റപ്പിനുള്ള തുടക്കം കുറിക്കുന്ന സമയം എന്നാണ് പറയുന്നത്. അത് വളരെ കൃത്യമാണ് ചരിത്രത്തിൽ. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് വിളിക്കുന്നു? എന്തുകൊണ്ട് ഇതിനെ മ്ലേച്ഛത എന്ന് വിളിക്കുന്നത്? അപ്പോൾ പണ്ടത്തെ ദാനിയേലിന്റെ പുസ്തകത്തിന്റെ നമ്മൾ 9-ാമത്തെ അധ്യായത്തിലൊക്കെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തെ, റോമൻ ആർമീസിനെ, കാരണം അവർ കൊണ്ടുവന്ന് ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്ന് അവരുടെ വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചപ്പോൾ ആ വിശുദ്ധ സ്ഥലം മ്ലേച്ഛമായി പോയി. പക്ഷേ സഭേനെ എങ്ങനെയാണ് ഇത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് വിളിക്കാൻ കാരണം, അല്ലെങ്കിൽ കത്തോലിക്ക പ്രസ്ഥാനത്തെ അങ്ങനെ വിളിക്കാൻ കാരണം, കർത്താവ് യേശു മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ. അതായത് കർത്താവ് യേശു ക്ലിയർലി ഡീമാർക്കേറ്റ് ചെയ്ത് ചർച്ച് ഒന്ന്, സ്റ്റേറ്റ് ഉണ്ട്, ഇത് രണ്ടും സെപ്പറേറ്റാണ്. ഇതിനെ രണ്ടും നിങ്ങൾ കൂട്ടിക്കലർത്തല്ല. കാരണം അവിടെ ചോദ്യം ചോദിച്ചാൽ ഇതിനെ രണ്ടും കൂടെ ചേർക്കാനാണ് ശ്രമിച്ചത്. ഈ കൈസറിന് കപ്പം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് റിലീജിയസ് ലീഡറിന്റെ അടുത്ത് ചോദിക്കാം, കർത്താവ് ഞാൻ ഇതിനെ സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്, എന്നും സെപ്പറേറ്റ് ആയിരിക്കും. ഇത് യോജിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ കർത്താവ് ഇതൊരു മ്ലേച്ഛതയായിട്ടാണ് വിളിക്കുന്നത്. അത് നമുക്ക് വെളിപ്പാടിന്റെ പുസ്തകത്തിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെയാണ്, പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചത്, വരിക ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത്, തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്യുന്ന ആളായിട്ടാണ് ഇവിടെ സഭയെ പറയുന്നത്. അവിടുത്തെ വേശ്യായ സ്ത്രീ നമുക്ക് എല്ലാവർക്കും നമ്മൾ നേരത്തെ ചർച്ചയിൽ പഠിച്ചു, വിശ്വാസത്യാഗം സംഭവിച്ച കത്തോലിക്ക സഭയെ പറയണം. അത് ഭൂമിയിലെ രാജാക്കന്മാരുമായിട്ട് വേശ്യാവൃത്തി ചെയ്യുന്ന പറഞ്ഞത്. ഈ രാജാക്കന്മാരായിട്ട് ചേരുന്നത് വേശ്യാവൃത്തിയായിട്ടാണ് കർത്താവ് കാണുന്നത്. അപ്പോൾ ആ സെറ്റപ്പിനെ തുടക്കം കുറിക്കുന്ന കാലമാണ് 508 AD. അത് അവസാനിക്കുന്ന 1798 കത്തോലിക്ക സഭയുടെ വീഴ്ചയോടുകൂടി. ജോണതൻ, പെട്ടെന്ന് നമുക്ക് അടുത്ത വാക്യത്തിൽ ഒരു 1335 ദിവസത്തിന്റെ ഒരു ടൈം ലൈനോടെ കാണാൻ പറ്റും. അത് അതിനും ഈ 1290 ദിവസത്തിൻ്റെ പ്രവചനത്തിനും ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റാണ്, ഒരേ ആരംഭമാണ്. അപ്പോൾ അത് തുടങ്ങുന്നത് 508 ക്ലോവിസിൻ്റെ കൺവേർഷനോടെയാണ്. അപ്പോൾ ഇതിന് കുറച്ച് ദിവസം കൂടി കൂടുതലുണ്ട് 1290 ദിവസത്തേക്കാൾ. കാരണം അത് അവസാനിക്കുന്നത് 1898 ഇത് അവസാനിക്കുന്നത് 1843. കാരണം 1843 ശേഷമാണ് ഈ സഭയ്ക്ക്, നമ്മൾ നേരത്തെ ഈ ഒരു സഭയെക്കുറിച്ച് പറഞ്ഞായിരുന്നു, ഇതെല്ലാം പഠിക്കുന്നൊരു സഭ. ഈ സഭയ്ക്ക് എന്താണ് ഈ മിൽറൈറ്റ് മൂവ്മെൻറ്റിന് 1843 ആദ്യം അവർ ഇത് മനസ്സിലാക്കിയത്, ഈ സമയത്തായിരിക്കണം ശൂന്യമാക്കുന്ന ഇത് കർത്താവ് യേശു ക്രിസ്തു അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്നതെന്ന് അവർ മനസ്സിലാക്കിയത്. അതിനുശേഷം 1944 അവർക്ക് വൻ നിരാശ ഉണ്ടാകുന്നത്. കാരണം അവർ വിചാരിച്ചത് ഈ അതിവിശുദ്ധ സ്ഥലത്തെ വിശുദ്ധീകരിക്കുന്നത് ഭൂമിയാണെന്നാണ്. അങ്ങനെ അവർക്ക് തെറ്റുപറ്റിയത്. അങ്ങനെ ചെന്ന് എത്തുന്ന 1944. ഈ 1944 ചെന്നൊക്കെ ഒരു ഭാഗ്യമുണ്ട്. കാരണം അവർ ത്രിവിധ ദൂതിൽ വിശ്വസിക്കുകയും അവർ ആ വലിയ ആ കൂട്ടത്തിന് ഭാഗമാകാൻ സാധിച്ചു. അവർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അനുഗ്രഹം, ദാനിയേൽ 12:2 അനുഗ്രഹം വരെ ഉള്ളത്. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തെ ചോദ്യമാണ്. അപ്പോൾ വേഴ്സ് 10 വായിച്ചാൽ അതിൽ എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ ഈ എപ്പിസോഡിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലേക്ക് എടുക്കാനുള്ള മെസ്സേജ് എന്താണെന്നുള്ളത് പറഞ്ഞ അവസാനം. ഇവിടെ എഴുതിയിരിക്കുന്ന പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഈ ഒരു കാര്യം ആർക്കാണ് മനസ്സിലാകുന്നതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദുഷ്ടന്മാർക്ക് അത് മനസ്സിലാവില്ല, ബുദ്ധിമാന്മാർക്ക് മനസ്സിലാവുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ബുദ്ധിമാന്മാർ അത് ഗ്രഹിക്കും. അപ്പോൾ എങ്ങനെയുള്ളവരാണ് ഈ ബുദ്ധിമാന്മാരെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 2-3 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവരെ തന്നെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും, നിർമ്മലീകരിക്കുമെന്ന് പറയുന്നുണ്ട്. 2, നമ്മൾ ഈ ഒരു ശുദ്ധീകരണ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു പരീക്ഷണത്തിൽ നേരിടേണ്ടി വരും. നമ്മളെ പരീക്ഷണങ്ങളാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്. ശരിക്കും യാക്കോബ് 1-ാമത്തെ അധ്യായം 12 പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുള്ളവരാണ് ശരിക്കും ഇത് മനസ്സിലാക്കുന്നത്? അവർ കർത്താവ് യേശു ക്രിസ്തു ആയിരിക്കുന്നത് പോലെ ആകുവാനായിട്ട് ഇച്ഛിക്കുന്നവരും തന്നെ ശുദ്ധീകരിക്കുന്നവരും നിർമ്മലീകരിക്കുന്നവരുമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ലാസ്റ്റ് ഒരു പരീക്ഷണത്തിൽ കടന്നു പോകേണ്ടി വരുമെന്നാണ് സത്യം. അപ്പോൾ നമ്മൾ ത്രിവിധ ദൂത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ബാബിലോണിൽ നിന്ന് പൂർണ്ണമായിട്ട് വേർതിരിച്ച് അതിൻ്റെ അശുദ്ധിയിൽ പങ്കുചേരാത്തവരും ന്യായവിധിയെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരും, അതുപോലെ തന്നെ അവസാനം മൃഗത്തിൻ്റെ മുദ്രയുടെ ഒരു ടെസ്റ്റുണ്ട്, ആ ടെസ്റ്റിലൂടെ കടന്നുപോയി വിജയിക്കുന്നവരുമാണ് ഈ ബുദ്ധിമാന്മാർ. അവരാണ് ദൈവത്തെ അനുസരിക്കുന്നത്. ഇത് വളരെ ഒരു നല്ല എൻഡിങ് ഈ ഒരു എപ്പിസോഡിന് മാത്രമല്ല, ഈ സീരീസിനെ ഒരു നല്ല അവസാനം കൊടുത്തുകൊണ്ടുള്ളൊരു ഉത്തരം. വളരെ നന്ദി. ഡാനിയലിൻ്റെ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ വെളിപാടിൻ്റെ
പുസ്തകത്തിനെ ചർച്ച ചെയ്യാൻ പിന്നീട് വരുന്നതായിരിക്കും. ചർച്ചയിൽ പങ്കെടുത്ത ജേക്കബ്, ജോണത്തൻ, പ്രിൻസ് എല്ലാവർക്കും നന്ദി.